വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് റീസെൻ്റ്ലി ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് എനിക്ക് ഏറ്റവും നന്നായിട്ട് വർക്കായ ഒരു പ്രോഡക്റ്റാണ് ഡോട്ട് ആൻഡ് കീയുടെ ക്ലേ ഫേസ് മാസ്ക്. ഇത് നമുക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്താണ്, സ്കിന്നിന് ഇറിറ്റേറ്റഡ് ഒന്നും ആവത്തില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫേസ് നല്ല എളുപ്പത്തിൽ ക്ലീൻ ആവുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഫ്രഷ് ലുക്ക് കിട്ടും. എക്സസ് ആയിട്ടുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് അബ്സോർവ് ചെയ്യാറുണ്ട്. പിന്നെ പോഴ്സ് ഒന്നും അടയത്തില്ല ഈ പ്രോഡക്റ്റ് കയറിയിട്ട്. എൻ്റെ സ്കിൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേറ്റർ വരുന്നുണ്ട്, അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. കയ്യിൽ നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈവനായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ആപ്ലിക്കേറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിൻ ലെയറായിട്ട് നമുക്ക് എല്ലായിടത്തും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എൻ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു ഓയിലി സ്കിന്നാണ് വരുന്നത്. പിന്നെ ഞാൻ ഡെയിലി 2 വീലർ ഓടിച്ച് ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കിന്നിൽ. ഇങ്ങനെ പൊടിയൊക്കെ ഓയിലി സ്കിൻ ആകുമ്പോഴത്തേനും ഈ പൊടികളും കൂടെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഈവനിങ് ആണ് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫേസ് മാസ്ക് പലരും പല രീതിയിലാണ് പ്രിഫർ ചെയ്യുന്നത്. ചിലർക്ക് വീക്കിലി 2-3 ദിവസമൊക്കെ അപ്ലൈ ചെയ്യുന്ന ഓക്കെ ആയിരിക്കും. ഞാനിതിപ്പോൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ വേറെ നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും പൊടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളിലും തന്നെ ഇത് അപ്ലൈ ചെയ്ത് നോക്കുന്നത്. ഒരുവിധം നമ്മുടെ സ്കിന്നുമായിട്ട് ഇതൊന്ന് ഓക്കെ ആയി വരുമ്പോഴത്തേക്കിനും നമുക്ക് പിന്നെ ഇതിൻ്റെ എണ്ണം കുറച്ച് വീക്കിലി 3 or 4 ഡേയ്സൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ ഡ്രൈ ആവും. നമുക്ക് അപ്ലൈ ചെയ്തൊരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കിനും ഇത് ഡ്രൈ ആവും. ഒരു 15 to 20 മിനിറ്റ്സ് നമ്മളിത് ഫേസിൽ വെക്കണേ. അതിനുശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഇത് വാഷ് ചെയ്യുക. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വാഷ് ചെയ്യാനായിട്ടും ഈസിയാണ്. പിന്നെ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഫേസ് വാഷും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ തന്നെയാണ് ഫേസ് വാഷും യൂസ് ചെയ്യുന്നത്. മുഖം തുടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരച്ചിട്ട് ടവൽ വെച്ച് ഉരയ്ക്കാണ്ട് നോക്കുക. പതുക്കെ ആ വെള്ളം ഒപ്പിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കുറേയധികം ഡാമേജസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമേ. സ്കിന്നിൽ ഇതുണ്ടോ ഓയിലെല്ലാം പോയിട്ടുണ്ട്. ഓയിലി സ്കിൻ ഉള്ളവർക്കറിയാമല്ലേ, ഫേസിലെ ആ ഓയിലൊക്കെ ഒന്ന് കുറയുമ്പോഴത്തേക്കിനും വലിയൊരു ആശ്വാസമായിരിക്കുമല്ലോ. സ്കിന്നുള്ളവർക്ക് എല്ലാവർക്കും അത്യാവശ്യം ഞാൻ ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇതുപോലുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റിവ്യൂസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.